നമസ്കാരം. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിൽ സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലുക്ക് അപ് ടു എന്നുള്ള ഫ്രേസൽ വെർബിനെ പറ്റിയാണ്. നമുക്ക് നോക്കാം ലുക്ക് അപ് ടു എന്നുള്ള ഫ്രേസൽ വെർബ് എന്താശയമാണ് സെൻറ്റൻസുകളിൽ കൊടുക്കുന്നത് എന്ന്. ലുക്ക് അപ് ടു എന്നുള്ള ഫ്രേസൽ വെർബ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു വ്യക്തിയെ വളരെയധികം റെസ്പെക്റ്റ് ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ അഡ്മയർ ചെയ്യുകയാണെങ്കിലോ, അഡ്മയർ ചെയ്യുകയെന്ന് വെച്ചാൽ ആ വ്യക്തിയെ ആരാധിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ആ വ്യക്തിയെ നമ്മുടെ ഒരു റോൾ മോഡലായിട്ട് നമ്മൾ കരുതുകയാണെങ്കിലോ നമ്മൾ ഇങ്ങനെ പറയാറുണ്ട്, ഐ ലുക്ക് അപ് ടു ഹിം എന്ന് വെച്ചാൽ ഞാൻ ആ വ്യക്തിയെ അഡ്മയർ ചെയ്യുന്നു അല്ലെങ്കിൽ വളരെയധികം റെസ്പെക്റ്റ് ചെയ്യുന്നു എന്നാണ് അതിൻ്റെ ആശയം. അപ്പോൾ ലുക്ക് അപ് ടുവിൻ്റെ ആശയം നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഏതെങ്കിലും ഒരു വ്യക്തിയെ വളരെയധികം റെസ്പെക്റ്റ് ചെയ്യുകയാണെങ്കിലോ അഡ്മയർ ചെയ്യുകയാണെങ്കിലോ നമ്മൾ ലുക്ക് അപ് ടു എന്നുള്ള ഫ്രേസൽ വെർബ് ഉപയോഗിച്ച് നമ്മൾ സംസാരിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾ സെൻറ്റൻസിലോട്ട് കിടക്കാം. ഒന്നാമത്തത്, ഐ ലുക്ക് അപ് ടു ഹെർ, ഞാൻ അവളെ വളരെയധികം അഡ്മയർ ചെയ്യുന്നു എന്നൊരാശയമുള്ളൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ്, ഐ ലുക്ക് അപ് ടു ഹിം, ഞാൻ അദ്ദേഹത്തെ അഡ്മയർ ചെയ്യുന്നു എന്നൊരാശയമുള്ളൊരു സെൻറ്റൻസാണ്. ഞാൻ അഡ്മയർ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ആശയം നിങ്ങൾ മനസ്സിൽ കരുതിക്കണം. മീൻസ് അദ്ദേഹത്തെ വളരെയധികം റെസ്പെക്റ്റ് ചെയ്യുന്നു, ആരാധിക്കുന്നു എന്നൊക്കെയാണ് ലുക്ക് അപ് ടു എന്നുള്ള ഫ്രേസൽ വെർബിൻ്റെ ആശയം. അത് നിങ്ങൾ മനസ്സിൽ കരുതി വെച്ചോണം. നെക്സ്റ്റ്, ഐ ലുക്ക് അപ് ടു ദാറ്റ് പേഴ്സൺ, ഞാൻ ആ വ്യക്തിയെ അഡ്മയർ ചെയ്യുന്നു എന്നാണ് ആ സെൻറ്റൻസിൻ്റെ ആശയം. നെക്സ്റ്റ്, ഐ ലുക്ക് അപ് ടു മൈ ഫ്രണ്ട്, ഞാൻ എൻ്റെ ഫ്രണ്ടിനെ അഡ്മയർ ചെയ്യുന്നു എന്നാണ് ആ സെൻറ്റൻസിൻ്റെ ആശയം. എൻ്റെ ഫ്രണ്ടിൻ്റെ പല ഗുണങ്ങളൊക്കെ കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ സ്വഭാവം കണ്ടിട്ട് ഞാൻ പറയുന്നതാണ് ഐ ലുക്ക് അപ് ടു മൈ ഫ്രണ്ട്, ഞാൻ എൻ്റെ സുഹൃത്തിനെ വളരെയധികം റെസ്പെക്റ്റ് ചെയ്യുന്നു, അഡ്മയർ ചെയ്യുന്നു എന്നാണ് ആ സെൻറ്റൻസിൻ്റെ ആശയം. നെക്സ്റ്റ്, ഡു യു ലുക്ക് അപ് ടു യുവർ ഫ്രണ്ട്, നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിനെ അഡ്മയർ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. വളരെയധികം റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. വൈ ഡു യു ലുക്ക് അപ് ടു യുവർ ഫ്രണ്ട്, നിങ്ങളുടെ സുഹൃത്തിനെ എന്തുകൊണ്ടാണ് നിങ്ങൾ അഡ്മയർ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഐ ലുക്ക് അപ് ടു മൈ ഫ്രണ്ട് ബിക്കോസ് ഷീ ഈസ് റിയലി നൈസ് ആൻഡ് ഹെൽപ്ഫുൾ, എൻ്റെ സുഹൃത്ത് വളരെയധികം നൈസും ഹെൽപ്ഫുള്ളും ആയതുകൊണ്ടാണ് ഞാൻ എൻ്റെ സുഹൃത്തിനെ അഡ്മയർ ചെയ്യുന്നത് എന്നൊരാശയമുള്ളൊരു ആൻസറാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ്, ഐ ലുക്ക് അപ് ടു മൈ മദർ, ഞാൻ എൻ്റെ മദറിനെ, അമ്മയെ വളരെയധികം അഡ്മയർ ചെയ്യുന്നു എന്നുള്ളൊരു ആശയമുള്ളൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ്, ഐ ലുക്ക് അപ് ടു മൈ ഹസ്ബൻഡ്, ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ അഡ്മയർ ചെയ്യുന്നു എന്നൊരാശയമുള്ളൊരു സെൻറ്റൻസാണ്. ഡു യു ലുക്ക് അപ് ടു യുവർ സ്പോസ്, നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിനെ അഡ്മയർ ചെയ്യാറുണ്ടോ? യെസ്, ഐ ലുക്ക് അപ് ടു മൈ സ്പോസ്, അതെ ഞാൻ എൻ്റെ പാർട്ട്ണറിനെ അഡ്മയർ ചെയ്യാറുണ്ട് എന്നൊരാശയമുള്ളൊരു ആൻസറാണ്. നെക്സ്റ്റ്, ഐ ലുക്ക് അപ് ടു മൈ കോവർക്കർ, ഞാൻ എൻ്റെ കോവർക്കിനെ മീൻസ് കൂടെ വർക്ക് ചെയ്യുന്ന ആളെ വളരെയധികം അഡ്മയർ ചെയ്യാറുണ്ട് എന്നൊരാശയമുള്ളൊരു സെൻറ്റൻസാണ്. ഡു യു ലുക്ക് അപ് ടു യുവർ കോവർക്കർ, നിങ്ങൾ നിങ്ങളുടെ കോവർക്കറിനെ അഡ്മയർ ചെയ്യാറുണ്ടോ? വൈ ഡു യു ലുക്ക് അപ് ടു യുവർ കോവർക്കർ, നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ കോവർക്കറിനെ അഡ്മയർ ചെയ്യുന്നത്? താഴെ ഞാനൊരു ആൻസർ കൊടുത്തിരിക്കുകയാണ്. ഐ അഡ്മയർ മൈ കോവർക്കർ ബിക്കോസ് ഹീ ഈസ് ഓൾവേസ് വില്ലിംഗ് ടു ഹെൽപ്പ് അതേഴ്സ് ആൻഡ് ഹാസ് എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. ഹിസ് കൈൻഡ്നെസ് ആൻഡ് ടീം വർക്ക് ഇൻസ്പയർസ് മീ. എൻ്റെ ആശയം നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. മലയാളത്തിലൂടെ ഞാൻ കൺവേർട്ട് ചെയ്യുന്നില്ല, ഒരു ആൻസർ കൊടുത്തതേ ഉള്ളൂ. നെക്സ്റ്റ്, ഐ ലുക്ക് അപ് ടു മൈ ടീച്ചർ, ഞാൻ എൻ്റെ ടീച്ചറിനെ അഡ്മയർ ചെയ്യുന്നു എന്നൊരാശയമുള്ളൊരു സെൻറ്റൻസാണ്. ഡു യു ലുക്ക് അപ് ടു യുവർ ടീച്ചർ, നിങ്ങൾ നിങ്ങളുടെ ടീച്ചറിനെ അഡ്മയർ ചെയ്യാറുണ്ടോ? വൈ ഡു യു ലുക്ക് അപ് ടു യുവർ ടീച്ചർ, എന്തുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ ടീച്ചറിനെ അഡ്മയർ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഞാൻ താഴെ ഒരു ആൻസർ കൊടുത്തിരിക്കുന്നേ ഉള്ളൂ. ഐ ലുക്ക് അപ് ടു മൈ ടീച്ചർ ബിക്കോസ് ഷീ മേക്സ് ലേണിംഗ് ഫൺ ആൻഡ് ഈസ് പേഷ്യൻറ്റ് വെൻ ഐ ഹാവ് ക്വസ്റ്റ്യൻ. ഞാൻ എൻ്റെ മലയാളത്തിലുള്ള ആശയം പറയുന്നില്ല, നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. നെക്സ്റ്റ്, ഐ ലുക്ക് അപ് ടു ഹെർ ആൻഡ് കോപ്പി ഓൾ ഹെർ തിങ്സ്, ഞാൻ അവളെ അഡ്മയർ ചെയ്യുന്നു ആൻഡ് കോപ്പി ഓൾ ഹെർ തിങ്സ്, എന്നിട്ട് അവൾ ചെയ്യുന്നതൊക്കെ ഞാൻ അനുകരിക്കുന്നു എന്ന് പറയുന്നൊരു ആൻസറാണ്, ഒരാൾ പറയുന്നൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ്, ഐ ലുക്ക് അപ് ടു കത്രീന, ഐ ലവ് ദ വേ ഷീ സ്കേറ്റ്സ്, ഞാൻ കത്രീനെ അഡ്മയർ ചെയ്യുന്നു. ഐ ലവ് ദ വേ ഷീ സ്കേറ്റ്സ്, അവൾ സ്കേറ്റ് ചെയ്യുന്ന രീതി എനിക്കിഷ്ടമാണ് എന്ന് പറയുന്ന ഒരു സെൻറ്റൻസാണ്. നെക്സ്റ്റ്, പീപ്പിൾ ലുക്ക് അപ് ടു ഹെർ ആൻഡ് ആസ്പയർ ടു ബി ലൈക്ക് ഹെർ, ആളുകൾ അവളെ അഡ്മയർ ചെയ്യുന്നു ആൻഡ് ആസ്പയർ ടു ബി ലൈക്ക് ഹെർ, എന്നിട്ട് അവളെ പോലെ ആകുവാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ അവളെ ഫോളോ ചെയ്യുന്നു എന്നൊരാശയമുള്ളൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ്, ഐ ആൾവേസ് ലുക്ക് അപ് ടു ബിൽ ഫോർ ഹിസ് കറേജ് ആൻഡ് ഡിറ്റർമിനേഷൻ, ഞാൻ എപ്പോഴും ബില്ലിനെ അഡ്മയർ ചെയ്യുന്നു ഫോർ ഹിസ് കറേജ് ആൻഡ് ഡിറ്റർമിനേഷൻ, ബില്ലിൻ്റെ കറേജും മീൻസ് ധൈര്യവും ഡിറ്റർമിനേഷനും കാരണം ഞാൻ ബില്ലിനെ എപ്പോഴും അഡ്മയർ ചെയ്യുന്നു എന്നൊരാശയമുള്ളൊരു സെൻറ്റൻസാണ്. ഇത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ ഉള്ളൊരു സെൻറ്റൻസാണ്. ഇവിടെ ഐ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഐ എന്നുള്ളത് അതായത് ഐ അപ്പോസ്ട്രോഫി വി എന്നുള്ളത് ഹാവാണ്. ഐ ഓൾവേസ് ലുക്ക് അപ് ടു ബിൽ ഫോർ ഹിസ് കറേജ് ആൻഡ് ഡിറ്റർമിനേഷൻ, ബില്ലിൻ്റെ ധൈര്യവും ഡിറ്റർമിനേഷനും കാരണം ഞാൻ ബില്ലിനെ എപ്പോഴും അഡ്മയർ ചെയ്യുന്നു എന്നൊരാശയമുള്ളൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ്, ഹൂ ഡു യു ലുക്ക് അപ് ടു ആൻഡ് വൈ, നിങ്ങൾ ആരെയാണ് അഡ്മയർ ചെയ്യുന്നത് ആൻഡ് വൈ, എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. നെക്സ്റ്റ്, ഐ ഓൾവേസ് ലുക്ക് അപ് ടു മേരി ജോൺ, ഞാൻ എപ്പോഴും മേരി ജോണിനെ അഡ്മയർ ചെയ്യുന്നു. ഷീ സച്ച് എ ബ്രില്യൻറ്റ് ആക്ട്രസ്, അവളൊരു ബ്രില്യൻറ്റ് ആക്ട്രസ് ആണ് എന്ന് പറയുന്നൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ്, ഷീ ഈസ് ആൻ എക്സലൻറ്റ് റോൾ മോഡൽ ദാറ്റ് അതർ വുമൻ ലുക്ക് അപ് ടു,
മറ്റുള്ള സ്ത്രീകൾ ഫോളോ ചെയ്യാൻ പറ്റിയ നല്ലൊരു എക്സലൻറ്റ് റോൾ മോഡലാണ് എന്ന് പറയുന്ന എന്നൊരു ആശയമുള്ളൊരു സെൻറ്റൻസാണ്. അപ്പോൾ ലുക്ക് അപ്പ് ടു എന്നുള്ള ഫ്രേസൽ വെർബിൻ്റെ ആശയം നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നമ്മൾ ആരെയെങ്കിലും വളരെയധികം റെസ്പെക്റ്റ് ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ ആ വ്യക്തിയെ ആരാധിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ആ വ്യക്തിയെ നമ്മളുടെ ഒരു റോൾ മോഡലായിട്ട് കരുതുകയാണെങ്കിലോ നമ്മൾ ഐ ലുക്ക് അപ്പ് ടു ഹിം എന്നും ഐ ലുക്ക് അപ്പ് ടു ഹെർ എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ലുക്ക് അപ്പ് ടു എന്നുള്ളൊരു ഫ്രേസൽ വെർബ് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. നിങ്ങൾക്ക് നേറ്റീവ് സ്പീക്കേഴ്സ് ലുക്ക് അപ്പ് ടു ചേർത്ത് വെച്ച് സംസാരിക്കുന്നത് കേൾക്കുവാൻ ചാൻസ് ഉണ്ട്. അതൊന്ന് മനസ്സിലേക്ക് കരുതി വെച്ചിരിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.